Hello students, Module 3 Section 3.5 Maximum Minimum Problems എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മാക്സിമം മിനിമം പ്രോബ്ലംസ് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്, എക്സ്ട്രീം വാല്യൂ തിയറം. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, പ്രൂഫൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ തിയറം ഇത്രേ പറയുന്നുള്ളൂ. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ദെൻ എഫ് ഹാസ് ബോത്ത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസും ആയിരിക്കണം, അതുപോലെ എവിടെ കണ്ടിന്യൂസ് ആയിരിക്കണം? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലേ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷന് ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബീൻ്റെ അകത്ത് മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. അതാണ് ഈ എക്സ്ട്രീം വാല്യൂ തിയറം നമുക്ക് സ്റ്റേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറം ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ് പഠിക്കാനുണ്ട്. അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ് എന്താ പറയുന്നത് നോക്കാം. To find the maximum and minimum values of a continuous function f on closed interval ab and differentiable on ab, open interval ab, then അതായത് നമ്മളൊരു ഫംഗ്ഷൻ എഫ് എടുത്ത് ആ എഫ് എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം, അതുപോലെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവിടെ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് പോയിൻ്റ് അതാ പറയുന്നത്, മേക്ക് എ ലിസ്റ്റ് ഓഫ് x1 x2 എക്സെട്ര xn. അതായത് കുറച്ച് എക്സ് വാല്യൂസിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അത് ഏതെങ്കിലും എക്സ് വാല്യൂസ് ആയാൽ പോരാ, എന്ത് വാല്യൂസ് ആയിരിക്കണം അത് ആ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബീൻ്റെ എൻഡ് പോയിൻറ്റ്സും വെച്ചിട്ട് നമ്മൾ x1 x2 എന്ന് പറഞ്ഞിട്ട് എക്സ് വാല്യൂസിന് കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ പോയിൻ്റ് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള x1 x2 എന്നുള്ള കുറച്ച് എക്സ് വാല്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഫംഗ്ഷനിൽ കൊടുത്തിട്ട് ഫങ്ഷണൽ വാല്യൂസ് എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഒക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഇതിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ രണ്ട് സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് വാല്യൂസ് കിട്ടും അല്ലേ? ഫങ്ഷണൽ വാല്യൂസ് കിട്ടും. അപ്പോൾ ആ ഫങ്ഷണൽ വാല്യൂസിൽ മാക്സിമം വാല്യൂ ഏതാണെന്നുള്ളത് നോക്കാം. അതായിരിക്കും നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ കിട്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് പോയിൻറ്റ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്ത് കൺക്ലൂഡ് ചെയ്ത് വെക്കാം? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂസിൽ മാക്സിമം വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. അവിടെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഏത് എക്സ് വാല്യൂക്ക് പെർട്ടിക്കുലർ ആയിട്ടാണോ നമുക്ക് ആ എഫ് ഓഫ് എക്സ് വാല്യൂ മാക്സിമം കിട്ടിയിട്ടുള്ളത്, ആ എക്സ് വാല്യൂ ആയിരിക്കും അവിടുത്തെ മാക്സിമം പോയിൻ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ വരുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മുടെ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. അതുപോലെ അത് ഏത് എക്സ് വാല്യൂക്കാണോ നമുക്ക് ആ മിനിമം വാല്യൂ കിട്ടിയിട്ടുള്ളത്, ആ എക്സ് വാല്യൂ ആയിരിക്കും അവിടുത്തെ മിനിമം പോയിൻ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റും എക്സ്ട്രീം വാല്യൂ തിയറും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പം ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 8x + 12 ഹോൾ റേസ് ടു 4 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ -10 10. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മാക്സിമം വാല്യൂ അതുപോലെ മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം എവിടെ? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ അല്ലേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്തായാലും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, അത് സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ അത് ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷന് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എന്തായാലും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതായത് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എക്സ് വാല്യൂസ് ഏതൊക്കെ ആയിരിക്കണം? തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ എൻഡ് പോയിൻറ്റ്സും. അപ്പോൾ ഇവിടെ എൻഡ് പോയിൻറ്റ്സ് -10 10 ആണ്. ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 4 × x² - 8x + 12
ഹോൾ റേസ് ടു 3 ഇൻറ്റു 2x മൈനസ് 8 എന്ന് കിട്ടും. അതായത് ഇവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാം. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഈ ഉള്ളിലുള്ളത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അത് നമുക്ക് എന്താ പറയുക, ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 2 ഫാക്ടേഴ്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് 8 എന്നുള്ളത് 2 നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കണം. -8 എന്നുള്ളത് 2 നമ്പേഴ്സിൻ്റെ സമ്മായിരിക്കണം. അതേ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കണം 12 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ x മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 6 എന്ന് എഴുതാം അല്ലേ? അതായത് -2 -6 എന്ന് പറയുന്നത് -8 ആണ്. -2 ഇൻറ്റു -6 എന്ന് പറയുന്നത് +12 ആണ്. അപ്പോൾ അത് കിട്ടി. ഹോൾ ക്യൂബ് ഉണ്ട് ഇൻറ്റു, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x മൈനസ് 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ 2ഉം ഈ 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ഇൻറ്റു എക്സ് മൈനസ് 2 ക്യൂബിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ഇൻറ്റു x മൈനസ് 6 ക്യൂബ് ഇൻറ്റു x മൈനസ് 4 എന്നാക്കി എഴുതാം. അപ്പോൾ ഈ വലിയൊരു പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ ഇതുപോലെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മളിതിനെ f'(x)നെ എങ്ങോട്ടേക്ക് ഇക്വേറ്റ് ചെയ്യുക? 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്തിനാണ് അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 8 ഇൻറ്റു എക്സ് മൈനസ് 2 ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 6 ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടുന്ന് ഏതൊക്കെ എക്സിൻ്റെ വാല്യൂസിനാണ് ഇത് 0യിലായി പോവുക? എക്സ് ഈക്വൽ ടു 2, 6 ആൻഡ് 4. അപ്പം നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടി. ആൻഡ് നമ്മുടെ എൻഡ് പോയിൻറ്റ്സ് എന്തായിരുന്നു? എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -10ഉം 10ഉം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എല്ലാം നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? f(x) വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടാബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, എക്സ് വാല്യൂസും f(x) വാല്യൂസും വെച്ചിട്ട്. അപ്പോൾ എക്സ് വാല്യൂസ് നമ്മൾ ലിസ്റ്റ് ചെയ്തതൊക്കെ അവിടെ എഴുതി വെക്കുക. -10, 2, 4, 6, 10. ഓക്കെ, അതവിടെ ലിസ്റ്റ് ചെയ്തു. ആൻഡ് ഇനി ഓരോ എക്സ് വാല്യൂസും നമ്മുടെ ഫംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, f(x)ൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ -10 കൊടുത്തു കഴിഞ്ഞാൽ 192⁴ കിട്ടും. 2 കൊടുത്താൽ 0 കിട്ടും. 4 കൊടുത്താൽ -4⁴ എന്ന് കിട്ടും. ആൻഡ് 6 കൊടുത്താൽ 0 കിട്ടും. 10 കൊടുത്താൽ 32⁴ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ f(x) വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലോസ് ഇൻ്റർവൽ ടെസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കിട്ടിയിട്ടുള്ള വാല്യൂസിൽ മാക്സിമം വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മുടെ എന്താ പറയുക ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ ഏതാണ്? 192 അല്ല. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 192⁴ ആയിരിക്കും. മാക്സിമം പോയിൻ്റ് ഏതായിരിക്കും? അപ്പം -10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ കിട്ടി. ഇനി ഇതിലെ മിനിമം വാല്യൂസ് ഏതാ വരുന്നത്? സീറോസ് അല്ലേ? അപ്പം ഈ 2 സീറോസ് ആയിരിക്കും നമ്മുടെ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് മിനിമം പോയിൻ്റ് എന്ന് പറയുന്നത് 2ഉം 6ഉം ആയിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റിലാണ് നമുക്ക് മിനിമം വാല്യൂ കിട്ടിയിട്ടുള്ളത്. ആൻഡ് മാക്സിമം വാല്യൂ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒരു എൻഡ് പോയിൻറ്റിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സാമ്പിൾ 2 നോക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ എന്താണ് വന്നിട്ടുള്ളത്? ക്ലോസ് ഇൻ്റർവൽ ആയപ്പോൾ നമ്മൾ ക്ലോസ് ഇൻ്റർവൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്തു അല്ലേ? ഇപ്പോൾ ഈ ഒരു ഇൻ്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത്. ഒരു സൈഡ് മാത്രമേ ക്ലോസ്ഡ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആ ഒരു ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ മാക്സിമം മിനിമം പോയിൻ്റൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ അല്ലാത്ത കേസിലൊക്കെ നമുക്ക് ഒരൊറ്റ മെത്തേഡ് തന്നെ ഉള്ളൂ, ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് അവിടെ മാക്സിമം മിനിമം വാല്യൂസും പോയിൻ്റൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ കേസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്, y = x⁴ - x² ഓൺ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ -1 ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് ഇവിടെ ഓപ്പൺ ആണ്, ലെഫ്റ്റ് സൈഡ് മാത്രമേ ഇവിടെ ക്ലോസ്ഡ് ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം f'(x) കാണണം. f'(x) എന്ന് പറയുന്നത് 4x³ - 2x എന്ന് എഴുതാം. ഇനി f'(x)നെ നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 4x³ - 2x = 0 എന്ന് എഴുതാം. അവിടുന്ന്
2x പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2x² - 1 = 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് =0 എന്ന് കിട്ടി. അപ്പോൾ ഐദർ 2x = 0 ആയിരിക്കണം, അല്ലെങ്കിൽ 2x² - 1 = 0 ആയിരിക്കണം. അപ്പോൾ 2x 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x വാല്യൂ =0 എന്ന് കിട്ടും. ആൻഡ് 2x² - 1 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x² = 1 എന്ന് കിട്ടും. അവിടുന്ന് x ± √1/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? x = 0യും ±√1/2 ആണെന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പം f(x) വാല്യൂസ് അറിയണം അല്ലേ? f(x) വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒക്കെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടാബിൾ ക്രിയേറ്റ് ചെയ്യുക, എക്സും f(x) വാല്യൂസും. ഏതൊക്കെ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യണം? ഇവിടെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ് അല്ലേ? -1 എന്നുള്ള ഈ ഒരു ഇൻ്റർവെലിൻ്റെ സൈഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ -1 എന്നുള്ള പോയിൻ്റ് നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് -√1/2ഉം 0 √1/2. ഓക്കെ, ഇത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ റൈറ്റ് സൈഡ് ഇവിടെ ഓപ്പൺ ആണല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത വാല്യൂസൊക്കെ എടുക്കാം. അതായത് ഇപ്പം വേണമെങ്കിൽ 1 എടുക്കാം, 2 എടുക്കാം, ഈ വാല്യൂസൊക്കെ എടുക്കാം. ഇവിടെ ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ സ്ട്രിക്ട്ലി ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു സൈഡ് ഓപ്പൺ ആയതിനെക്കൊണ്ട് നമുക്ക് ഇൻഫിനിറ്റിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ തൊട്ടടുത്തുള്ള വാല്യൂസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ f(x) വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 0 - 1/4, 0 - 1/4, 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും, 2 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ x ആക്സിസും y ആക്സിസും വരയ്ക്കാം. എന്നിട്ട് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. -1 -√1/2 ഏകദേശം ഇവിടെ ആയിട്ട് വരും. ആൻഡ് 0 + 1/√2 1 2. ഓക്കെ, 1 2 അതിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതിന് കിട്ടിയിട്ടുള്ള f(x) വാല്യൂസ് നോക്കാം. -1 ആകുമ്പോൾ 0 തന്നെയാണ്. അപ്പോൾ 0ൽ മാർക്ക് ചെയ്ത് നോക്കാം. പിന്നെ -√1/2 ആകുമ്പം -1/4 ആണല്ലേ? അപ്പം നെഗറ്റീവ് y ആക്സിസിൽ ഏകദേശം ഈ ഒരു റീജിയനിലായിട്ട് വരും. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 0 ആകുമ്പോൾ 0ൽ തന്നെ, √1/2 ആകുമ്പം ഏകദേശം -1/4 നെഗറ്റീവ് y ആക്സിസിൽ ഇവിടെ തന്നെ വരും. ആൻഡ് 1 ആകുമ്പം 0, 2 ആകുമ്പം 12, അത് ഇൻക്രീസ് ചെയ്ത് പോയില്ലേ, ഇങ്ങോട്ടേക്ക് എത്തി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ലൈൻസ് ജോയിൻ ചെയ്താൽ മതി. അല്ല കൺഫ്യൂഷൻ ഉണ്ട്, അതായത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് f(x) ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂസിൽ <0 ആണോ <0 ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു രീതിയിൽ നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു ഫോമിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് ഗ്രാഫിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാക്സിമം മിനിമം പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ മാക്സിമം മിനിമം വാല്യൂസ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം വാല്യൂ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെ ഇൻക്രീസ് ആയിട്ട് ഇവിടെ പോകുന്നുണ്ട് അല്ലേ? അതിനൊരു എൻഡ് ഇല്ല. ഒരു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഓപ്പൺ ആണ് ഇൻ്റർവെൽ, അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പോൾ അവിടെ മാക്സിമം പോയിൻ്റ് ഏതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മിനിമം പോയിൻ്റ് നമുക്കിവിടെ നോക്കിയിട്ട് പറയാം. എവിടെ വരുന്നത്? രണ്ട് ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ അവിടെ തന്നെ നമുക്ക് മിനിമം പോയിൻറ്റ്സ് കിട്ടുന്നത് എന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 0ൻ്റെ അവിടെ വരുന്ന ഈ ഒരു പോയിൻ്റ് മാക്സിമം പോയിൻ്റായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇവിടെ എന്താണ്? ഫംഗ്ഷൻ റൈറ്റ് സൈഡിൽ ഇൻക്രീസിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല, മിനിമം വാല്യൂ ഏതാണെന്നുള്ളത് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ലാണ്ട് തരുന്ന കേസുകൾ നമ്മളിതുപോലെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടാണ് അവിടുത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏതാണോ മാക്സിമം പോയിൻ്റ് ഏതാണോ മിനിമം പോയിൻ്റ്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഉണ്ടോ മിനിമം വാല്യൂ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് പ്രോബ്ലം തരും, പക്ഷേ പ്രോബ്ലം ഇതുപോലെ ഫംഗ്ഷൻ ഇപ്പോൾ f(x) = എന്ന് പറഞ്ഞൊന്നും തരില്ല, വേർഡിലായിട്ടും തരാം.
ഓക്കെ, അതായത് ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് നമ്മുടെ ഫങ്ഷനും അതിൻ്റെ കണ്ടീഷൻസും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയൊക്കെ അവിടുത്തെ ഇൻ്റർവെല്ലൊക്കെ ചൂസ് ചെയ്ത് അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പം ഏതാണോ സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് നമ്മൾ തന്നെ എന്താ പറയുക ഒരു ഫങ്ഷനും അതിൻ്റെ ഇൻ്റർവെല്ലും ഇതെല്ലാം ഫോം ചെയ്ത് സോൾവ് ചെയ്തെടുക്കണം. അതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം അത് കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്, നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്ത് തരാം. ആൻഡ് പിന്നെ ഇനി ബാക്കിയുള്ള എക്സാമ്പിൾസൊക്കെ ആ ഒരു മെത്തേഡിലാണ് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം, ഒരു 2 സ്റ്റെപ്സ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള വേർഡ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്നൊരു ഫംഗ്ഷൻ ഫോം ചെയ്യാനും അത് വെച്ചിട്ട് അതിൻ്റെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ വരുന്ന മാക്സിമം മിനിമം വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എനിവേയ്സ് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാം. പുതിയ സെഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.